ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ മാത്രം സ്വന്തമാക്കി വെച്ചിരുന്ന അത്ര എളുപ്പത്തിൽ ആർക്കും വിട്ടു നൽകാത്ത ആ വമ്പൻ സാങ്കേതികവിദ്യ അത് സ്വന്തമാക്കാൻ പതിറ്റാണ്ടുകളായി പലരും ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഭാരതം ഒരു കാര്യം ഉറപ്പിച്ചാൽ പിന്നെ അത് നേടിയെടുത്തിരിക്കുമെന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. അതെ, ആഗോളതലത്തിൽ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം അറിവുള്ള ആ രഹസ്യ സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ആ ചരിത്രപരമായ നേട്ടം എന്താണെന്ന് അറിയണ്ടേ? ഏതൊരു ഭാരതീയനും അഭിമാനത്തോടെ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്തയിലേക്കാണ് പോകാനുള്ളത്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന കാഴ്ചപ്പാട് വെറും ഒരു വാക്കല്ല എന്ന് ഭാരതം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. DRDOയുടെ കീഴിലുള്ള GTRE നമ്മുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ 350 കിലോഗ്രാം ത്രസ്റ്റ് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ വിജയകരമായി നിർമ്മിച്ച് കൈമാറിയിരിക്കുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ഈ സങ്കീർണമായ എഞ്ചിൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്തത്. ജൂലൈ 22-നാണ് ഈ അത്യാധുനിക എഞ്ചിൻ GTREക്ക് ഔദ്യോഗികമായി കൈമാറിയത്. ഇന്ത്യൻ വ്യവസായ മേഖലയും ശാസ്ത്രലോകവും കൈകോർത്തപ്പോൾ പിറന്നത് ചരിത്രമാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതൊരു സാധാരണ എഞ്ചിനല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ മറ്റാർക്കും കൈമാറാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ്. അതിസങ്കീർണമായ ലോഹക്കൂട്ടുകൾ, അതായത് അഡ്വാൻസ്ഡ് മെറ്റലർജി, കൃത്യതയുള്ള നിർമ്മാണ രീതി എന്നിവ ഇതിന് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഇതുവരെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇനി ആ കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന രീതി അവസാനിപ്പിച്ച് സ്വന്തം സാങ്കേതിക വിദ്യയിൽ നമ്മുടെ ഭാരതം മുന്നേറുകയാണ്. ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സിമ്പിളായി തന്നെ നോക്കാം. ഇതിൻ്റെ ടൈപ്പ് വരുന്നത് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ എന്ന ടൈപ്പിലാണ്. ഇതിൻ്റെ കരുത്തെന്ന് പറയുന്നത് 350 കിലോഗ്രാം ക്ലാസ് ആണ്. ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ DRDOയും GTREയും ചേർന്ന്. നിർമ്മാണം ആസാദ് എഞ്ചിനീയറിംഗ്, ഹൈദരാബാദ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം പരിശോധിക്കുകയാണെങ്കിൽ ഭാവിയിലെ അത്യാധുനിക അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ, ഡ്രോണുകൾ, മറ്റ് വ്യോമയാന സംവിധാനങ്ങൾ എന്നിവയിൽ ഇത് ഉപയോഗിക്കാനാകും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. ഈ ഒരു നേട്ടത്തോടെ ലോകത്തിലെ വളരെ ചുരുക്കം ചില ശക്തികൾക്ക് മാത്രം സാധ്യമായ ഒരു വലിയ ക്ലബിലേക്ക് നമ്മുടെ ഭാരതവും എത്തിയിരിക്കുകയാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കരുത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എത്രത്തോളം വിജയകരമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.